കഴിഞ്ഞ ദിവസമാണ് നടി ഷംന കാസിം ദുബായിൽ ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. കുച്ചിപ്പുടി, ഭരതനാട്യം തുടങ്ങി സിനിമാറ്റിക് ഡാൻസ് വരെയുള്ളവ പഠിപ്പിക്കാൻ ഇവിടെ അവസരമുണ്ട്. സിനിമയിലും ഡാൻസിലും സജീവമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഷംന കാസിം. എന്നാൽ ഇതിനിടെയാണ് ഈ കുടുംബത്തെ തേടി ഷംന കാസിമിനെ തേടി ഒരു വാർത്ത എത്തിയത്. തന്റെ ഭർത്താവ് ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് എത്തിയത്. ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് മുൻ ബിഗ് ബോസ് താരമായ മജിസിയ ബാനു ആണ്. ദുബായ് ബേസ്ഡ് ബിസിനസ്മാനാണ് ഷാനിദ് ആസിഫ് അലി. അദ്ദേഹമാണ് ഷംന കാസിമിന്റെ ഭർത്താവ്. ഭർത്താവിനൊപ്പം ദുബായിലും ഇങ്ങ് നാട്ടിലുമായി ഷട്ടിലടിക്കുകയാണ് ഇപ്പോൾ ഷംന. ദുബായിൽ ഭർത്താവിനും വീട്ടുകാർക്കും കുഞ്ഞിനും ഒത്ത് സെറ്റിൽഡ് ആണെങ്കിലും അത്യാവശ്യം സിനിമയിൽ അഭിനയിക്കാനും ഡാൻസ് പരിപാടികൾക്കുമൊക്കെയായി നാട്ടിലെത്താറുണ്ട് ഷംന. ആ വിശേഷങ്ങൾ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുമുണ്ട്. ഷംനയുടെ കുടുംബമാണെങ്കിലും ഷാനിദിന്റെ കുടുംബമാണെങ്കിലും മതവിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ്. എന്നാലും ഷംന തന്റെ കരിയറുമായി മുന്നോട്ട് പോകുന്നതിൽ ഷാനിദിന്റെ പൂർണ്ണ സമ്മതവും സപ്പോർട്ടുമുണ്ട്. വിവാഹത്തിന് ശേഷം അഭിനയവും ഡാൻസും തുടർന്ന ഷംന കാസിം താൻ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോഴും സ്റ്റേജ് ഷോകൾ ചെയ്തത് ആ പിന്തുണ കൊണ്ട് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുബായിൽ ഡാൻസ് സ്കൂൾ തുടങ്ങിയതിന്റെ സന്തോഷം അത് പങ്കുവയ്ക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ പങ്കുവച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു വാർത്തയാണ് എത്തിയത്. ദുബായിൽ JBS ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഫൗണ്ടറും സിഇഒയുമാണ് ഷാനിദ്. ദുബായിൽ വെച്ച് തന്നെയായിരുന്നു ഇവരുടെ വിവാഹങ്ങൾ നടന്നത്. JBS ഗവൺമെന്റ് ട്രാൻസാക്ഷൻ സെന്ററാണ് ഇവർ നടത്തുന്നത്. അതുവഴി നിരവധി താരങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ട്. നിരവധി താരങ്ങൾക്ക് ഗോൾഡൻ വിസ പങ്കുവച്ചതിന്റെ ചിത്രങ്ങളും ഡോക്ടർ ഷാനിദ് ആസിഫ് അലി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. JBS ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന വമ്പൻ ബിസിനസ് സാമ്രാജ്യമാണ് ഇവരുടേത്. ഷംന കാസിമിന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരമായ മജിസിയ ബാനു. കഴിഞ്ഞ ദിവസങ്ങളിൽ തട്ടിപ്പിന്റെ ഒരു മുഖം കൂടി ഷംന കാസിമിന്റെ ഭർത്താവിനുണ്ട് എന്ന് വെളിപ്പെടുത്തിയ മജിസിയ ബാനു അത് മാത്രമല്ല, ഭീഷണിയുടെ ഒരു സ്വരം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് തുറന്നു കാട്ടിയിരിക്കുകയാണ്. നിരവധി വാട്സ്ആപ്പ് ചാറ്റുകളാണ് മജിസിയ ബാനു ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. JBS ഗ്രൂപ്പിൽ നിന്നാണ് മജിസിയയ്ക്ക് മെസ്സേജുകൾ വന്നിട്ടുള്ളത്. ഷാനിദ് അയച്ച മെസ്സേജുകൾ, അതായത് ഓഡിയോ ക്ലിപ്പുകൾ ഷാനിദ് തന്നെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അതിന് മജിസിയ റിപ്ലൈ ആയിട്ട് ഒരു 27 സെക്കൻഡുള്ള ഓഡിയോ ക്ലിപ്പ് തിരിച്ചയച്ചിട്ടുണ്ട്. അതിന് മറുപടിയായി ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഷാനിദ് മറുപടി കൊടുക്കുന്നത്. വെയിറ്റ് ആൻഡ് സീ എന്നും ഇൻഷാ അള്ളാ കേരള ഹൈക്കോർട്ടിൽ കാണാം എന്നുമൊക്കെ ഷാനിദ് പറഞ്ഞിട്ടുണ്ട്. പറ്റിച്ച ക്യാഷ് തിരിച്ചു ചോദിച്ചപ്പോഴാണ് തനിക്കെതിരെ ഭീഷണി മുഴക്കുന്നതെന്നാണ് മജിസിയ ഈ സ്റ്റോറി, അതായത് ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മജിസിയ ഇത്തരം സ്ക്രീൻഷോട്ടുകളും തന്റെ പണം തിരികെ തരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റുകളും ഒക്കെയായിട്ട് മുന്നോട്ട് വന്നത്. ഷംന കാസിമിനെ ഉൾപ്പെടെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ഈ റിക്വസ്റ്റുകൾ. അതേസമയം ഇവർക്കെതിരെ മറ്റു പലരും രംഗത്തെത്തിയിട്ടുണ്ട്. പലരും ഇത്തരത്തിലുള്ള മെസ്സേജുകളും സ്ക്രീൻഷോട്ടുകളും പങ്കുവയ്ക്കുന്നുണ്ട്. ഡോക്ടർ ഷാനിദ് ഈ പറ്റിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നും തന്റെ സുഹൃത്തും റൂംമേറ്റുമായ കണ്ണൂർ സ്വദേശിയിൽ നിന്നും 5 ലക്ഷം ദിർഹംസ് പറ്റിച്ചതാണെന്ന് പറഞ്ഞ മറ്റൊരാളും രംഗത്തെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി പണം തിരികെ കിട്ടാൻ വേണ്ടി അയാളുടെ പുറകെ നടക്കുകയാണെന്നും കമന്റുകൾ വന്നിട്ടുണ്ട്.